മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പള്ളിപ്പുറത്ത് യുവാവിനെ കാണാതായിട്ട് ഇപ്പോൾ 3 ദിവസമാകുന്നു. ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെയാണ് കാണാതായത്. വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പാലക്കാട് പോയ വിഷ്ണുജിത്ത് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ബുധനാഴ്ച, അതായത് 4-ാം തീയതി രാവിലെ ഇവിടുന്ന് 6 മണിക്ക് പോയതാണ്. അപ്പോൾ രാവിലെ ഇവിടെ വീട്ടിൽ കാണാണ്ടായപ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ് അറിയണത്. അപ്പോഴാണ് പറയണത് പാലക്കാടാണ്, കുറച്ച് ക്യാഷിൻ്റെ റെഡിയാക്കാനുണ്ട്, അതിനുവേണ്ടി പാലക്കാട് വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കൊടുത്തു എന്നാണ് ഫ്രണ്ട് പറയണത്. ഏകദേശം 1 ലക്ഷം രൂപയോളം അവൻ കൊടുത്തിട്ടുണ്ട് എന്ന്. അതിന്നൊരു 10,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ടുണ്ട്, അത്യാവശ്യം വിവാഹ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്യാഷുമായിട്ട് അവിടുന്ന് അവൻ കയറ്റി വിട്ടു എന്നാണ് ആ ഫ്രണ്ട് പറയുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ അവൻ കണ്ടതിന് ശേഷം പിന്നെ അവൻ ആരും കണ്ടിട്ടില്ല. കഞ്ചിക്കോട് നിന്ന് കയറ്റി വിട്ടു എന്നാണ് പറയുന്നത്. പാലക്കാട് സ്റ്റേഡിയത്തിൽ ബസ് സ്റ്റാൻഡിലോട്ട് കയറ്റി വിട്ടു എന്ന്. ഇപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ അവൻ ഇറങ്ങിയെന്നാണ് അവൻ്റെ ഫ്രണ്ട് പറയുന്നത്. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? വിഷ്ണുജിത്ത് മൊബൈൽ ഫോണൊക്കെ കയ്യിലെടുത്തല്ലേ പോയത്? അപ്പോൾ പോലീസിന് ട്രേസ് ചെയ്യുക എളുപ്പമല്ലേ? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? അവസാനമായി ലഭിച്ച ഫോൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്താണ്. ഇന്ന് വിവാഹം നടക്കാനിരിക്കെയാണ് 30 വയസ്സുള്ള കൂട്ടിലങ്ങാടി പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതായിട്ടുള്ളൊരു പരാതി കുടുംബം ഉന്നയിക്കുന്നത്. പരാതി നൽകിയിട്ട് 2 ദിവസമായി. ഇപ്പോഴും വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇന്ന് വിവാഹം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ വിഷ്ണുജിത്തിൻ്റെ സഹോദരി ജസ്റ്റ് നമ്മളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീട്ടിൽ നിന്നും പോകുന്നത്. വിവാഹത്തിന് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് പോവുകയായിരുന്നെന്നാണ് വിഷ്ണുജിത്ത് കുടുംബത്തോട് പറയുന്നത്. അവിടെ നിന്നും സുഹൃത്തിൻ്റെ പക്കൽ നിന്നും ഏകദേശം 1 ലക്ഷത്തോളം രൂപ വിവാഹാവശ്യങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചു തുക കുടുംബത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ആഭരണങ്ങളും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി. തുടർന്ന് ബുധനാഴ്ച രാത്രിയോടെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് ഫോണിൽ വിളിച്ചറിയിച്ചതിന് ശേഷം 8 മണിക്ക് ശേഷം വിഷ്ണുജിത്തിൻ്റെ യാതൊരു വിവരമില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. 8 മണിക്ക് മുൻപായി കഞ്ചിക്കോട് ഭാഗത്തു നിന്നും വിഷ്ണുജിത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന യുവതിയെയും വിഷ്ണുജിത്തിൻ്റെ സുഹൃത്തിനെയും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന യുവതിയോട് പറഞ്ഞത് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഈ ഒരു പ്രശ്നം വേഗത്തിൽ തന്നെ അവസാനിപ്പിച്ച് ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്നും മടങ്ങുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രശ്നമെന്ന് അവർ തിരിച്ചു ചോദിച്ചപ്പോൾ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, അത് വളരെ വേഗത്തിൽ തന്നെ ഞാൻ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് ഉടനെ തന്നെ മടങ്ങാം, ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കാം എന്നുള്ളതായിരുന്നു തിരിച്ചു കൊടുത്ത മറുപടി. പിന്നീട് ഫോണിൽ വിഷ്ണുജിത്തിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വൈകിട്ടോടുകൂടി കഞ്ചിക്കോടിൽ നിന്നും വിഷ്ണുജിത്തിനെ കയറ്റി അയച്ചു എന്നുള്ളതാണ് സുഹൃത്ത് പറയുന്നത്. എന്നാൽ 8 മണിയോടുകൂടിയുള്ള ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴും ആ ഒരു മേഖലയിൽ തന്നെയാണ് ഫോൺ ലൊക്കേഷൻ സ്ഥിരീകരിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഈ ഒരു മേഖലയിലെ CCTV-കൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ പോലീസിന്റെ ഒരു ഊർജിതമായ അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബം ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. വിനീത വേണു. ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.